എയർ ഇന്ത്യ എക്സ്പ്രസിലെ വിമാനത്തിൽ സ്വർണം കടത്താൻ ശ്രമിച്ച ക്യാബിൻ ക്രൂ പിടിയിലായി എന്ന വാർത്ത വരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിലാണ് പിടിയിലായിരിക്കുന്നത്. കൊൽക്കത്ത സ്വദേശി സുരഭി ഖാത്തൂണാണ് ഇപ്പോൾ പിടിയിലായത്. കണ്ണൂരിൽ നിന്ന് സജു ദേവസ്യ തത്സമയം ഇതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പറയൂ സജു. SKN മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ ക്യാബിൻ ക്രൂ ആയ കൊൽക്കത്ത സ്വദേശി സുരഭി ഖാത്തൂണാണ് DRIയുടെ പിടിയിലായത്. ശരീരത്തിൽ ഒളിപ്പിച്ചാണ്, അതായത് മലദ്വാരത്തിൽ ഒളിപ്പിച്ചാണ് 960 ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചത്. DRI സംഘം പ്രത്യേകമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പിന്നീട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. നിലവിൽ കണ്ണൂർ വനിതാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ DRI പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ ഇപ്പോൾ മാത്രമല്ല ഇതിനു മുൻപും സമാനമായ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ DRI എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം. അതുകൊണ്ട് ഇതിന് പിന്നിൽ ഒരു സ്വർണ്ണക്കടത്ത് റാക്കറ്റിന്റെ ബന്ധമുണ്ട്. അവരുടെ ആളായി പ്രവർത്തിക്കുന്ന ആളാണ്. ക്യാബിൻ ക്രൂ ആയിരിക്കെ തന്നെ ഇങ്ങനെയുള്ള സ്വർണ്ണക്കടത്ത് റാക്കറ്റുമായി കൊൽക്കത്ത സ്വദേശിയായ സുരഭിക്ക് ബന്ധമുണ്ട് എന്നതാണ് DRIയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതി ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ മറ്റ് കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ് നിഗമനം. DRI കഴിഞ്ഞ 28-നാണ് യഥാർത്ഥത്തിൽ ഇവരെ പിടികൂടുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതും. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ കൊച്ചി വിഭാഗം ഇപ്പോഴാണ് അത് സംബന്ധിച്ച് ഔദ്യോഗികമായി വിവരങ്ങൾ പങ്കുവച്ചത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് ഇവർ നടത്തിയ മറ്റ് കടത്തലുകളൊപ്പം ഈ ക്യാബിൻ ക്രൂ അംഗം എന്ന നിലയ്ക്ക് അവർക്ക് കുറേയധികം പ്രിവിലേജുകൾ വിമാനത്താവളത്തിലും ഒപ്പം ഫ്ലൈറ്റിലെ യാത്രക്കിടെയും ഒക്കെ ലഭ്യമാകും. അത് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ കടത്തിയത്. ഒടുവിൽ പിടിയിലായി എന്നതാണ് DRI ഇപ്പോൾ പറയുന്നത്. ഒപ്പം സാധാരണഗതിയിൽ ബെയിൽ LRG ചെയ്ത് നൽകുകയാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പലതവണ സ്വർണം കടത്തിയെന്ന് കണ്ടെത്തിയതിന് തെളിവുകൾ ലഭ്യമായി. ഇതുകൂടാതെ മറ്റ് പ്രത്യേകിച്ച് കണ്ണൂരിലേക്കാണ് ഈ സ്വർണം എത്തിച്ചത് മസ്കറ്റിൽ നിന്നത് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കേരളത്തിലെയും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി സുരഭി നേരത്തെ തന്നെ ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതിൻ്റെ വിശദമായ അന്വേഷണത്തിന് ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് DRI അറിയിക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒടുവിൽ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. DRI തന്നെ പറയുന്നത് ഇത്തരത്തിൽ ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്ന, ക്യാബിൻ ക്രൂ കടത്താൻ ശ്രമിക്കുന്ന രാജ്യത്തെ ആദ്യ സംഭവമാണ്. നേരത്തെ പല കേസുകളും സമാനമായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നൊക്കെ മറ്റ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കടത്തിൻ്റെ ഒരു സ്വഭാവം പരിശോധിക്കുമ്പോൾ ഈ രൂപത്തിൽ രാജ്യത്തെ ആദ്യത്തെ തന്നെ കേസാണ് എന്നാണ് DRI വ്യക്തമാക്കുന്നത്. സജു ദേവസ്യ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.